ഫ്രണ്ട്സ്, എല്ലാവർക്കും മീത്തൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലേണേഴ്സ് ചോദ്യാവലിയിൽ 22ാമത്തെ ലെവലാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 22ാമത്തെ ലെവലിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റോഡ് അടയാളങ്ങൾ എന്നാൽ? ഓപ്ഷൻ എ, റോഡ് ഉപരിതലത്തിൽ മാത്രം കാണുന്ന അടയാളങ്ങൾ. ഓപ്ഷൻ ബി, എല്ലാ തരം സൈൻ ബോർഡുകളിലും അടയാളങ്ങൾ. ഓപ്ഷൻ സി, റോഡ് ഉപരിതലത്തിൽ അടയാളപ്പെടുത്തുന്നതും എല്ലാ തരത്തിലുള്ള സൈൻ ബോർഡുകളും അടയാളങ്ങളും ഉൾപ്പെടുന്നവ. ഓപ്ഷൻ ഡി, റോഡിൻ്റെ ക്യാരേജ് വേയിലോ കർബുകളിലോ അതിനോട് ചേർന്നുള്ള വസ്തുക്കളിലോ വരയ്ക്കുന്നതോ ഘടിപ്പിക്കുന്നതോ ആയ റോഡ് അടയാളങ്ങൾ ഒഴികെയുള്ള വരികൾ, പാറ്റേണുകൾ, വാക്കുകൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. റോഡിൻ്റെ ക്യാരേജ് വേയിലോ കർബുകളിലോ അതിനോട് ചേർന്നുള്ള വസ്തുക്കളിലോ വരയ്ക്കുന്നതോ ഘടിപ്പിക്കുന്നതോ ആയ റോഡ് അടയാളങ്ങൾ ഒഴികെയുള്ള വരികൾ, പാറ്റേണുകൾ, വാക്കുകൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യാത്രക്കാർക്ക് വാഹനത്തിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും അല്ലെങ്കിൽ ചരക്ക് വേഗത്തിൽ കയറ്റുന്നതിനും ഇറക്കുന്നതിനും വളരെ ചുരുങ്ങിയ സമയത്തേക്ക് വാഹനം നിർത്തിയിടുന്നതിനെയാണ് ഡാഷ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ, ഹോർട്ടിംഗ്. ഓപ്ഷൻ ബി, പാർക്കിംഗ്. ഓപ്ഷൻ സി, സ്റ്റോപ്പിംഗ്. ഓപ്ഷൻ ഡി, ഡംബറ്റി പാർക്കിംഗ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സ്റ്റോപ്പിംഗ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലാബ് റിപ്പോർട്ടുകൾ പ്രകാരം ഭാര്യയ്ക്ക് ഗുരുതരമായ അസുഖമുണ്ടെന്ന് ഡോക്ടർ എ എന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു. മാനസികമായി ഏറെ അസ്വസ്ഥനായ ഇദ്ദേഹം കാറിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഡ്രൈവ് ചെയ്യാൻ കഴിയുമോ? ഓപ്ഷൻ എ, സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളതിനാൽ അദ്ദേഹത്തിന് ഏത് ഘട്ടത്തിലും ഡ്രൈവ് ചെയ്യാം. ഓപ്ഷൻ ബി, വാഹനമോടിക്കാൻ ശാരീരികമായും മാനസികമായും പൂർണ്ണ ആരോഗ്യം ഉണ്ടായിരിക്കണം. ഓപ്ഷൻ സി, ഹൈവേകൾ ഒഴിവാക്കി വാഹനം ഓടിക്കാം. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. വാഹനമോടിക്കാൻ ശാരീരികമായും മാനസികമായും പൂർണ്ണ ആരോഗ്യം ഉണ്ടായിരിക്കണം. നാലാമത്തെ ക്വസ്റ്റ്യൻ, മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ 3 വീലർ ഡ്രൈവർ ആയിരിക്കുമ്പോൾ ഓപ്ഷൻ എ, ഹൈവേയിൽ വാഹനമോടിക്കുമ്പോൾ ഇരു കൈകളും ഹാൻഡിൽ പിടിക്കാതെ വാഹനം ഓടിക്കാം. ഓപ്ഷൻ ബി, എല്ലാ സമയത്തും സ്റ്റിയറിംഗ് ഹാൻഡിൽ 2 കൈകൊണ്ടും പിടിക്കണം. ഓപ്ഷൻ സി, സിഗ്നൽ നൽകുമ്പോൾ ഒഴികെ എല്ലാ സമയത്തും ഡ്രൈവർ ഇരു കൈകളാലും ഹാൻഡിൽ ബാർ പിടിക്കണം. ഓപ്ഷൻ ഡി, വാഹനം ഓടിക്കുമ്പോൾ സ്റ്റിയറിംഗിൽ നിന്ന് ഒരു കൈ എല്ലായ്പ്പോഴും എടുക്കാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. സിഗ്നൽ നൽകുമ്പോൾ ഒഴികെ എല്ലാ സമയത്തും ഡ്രൈവർ ഇരു കൈകളാലും ഹാൻഡിൽ ബാർ പിടിക്കണം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, റോഡിൽ ഈ അടയാളം കാണുമ്പോൾ ഓപ്ഷൻ എ, വേഗത കുറയ്ക്കുകയും താൻ പ്രവേശിക്കുന്ന റോഡിലെ ഗതാഗതത്തിന് വഴിയൊരുക്കുകയും ജാഗ്രതയോടെ മുന്നോട്ടു പോകുകയും വേണം. ഓപ്ഷൻ ബി, ട്രാഫിക് ഐലൻഡ് മുന്നിലുള്ളതിനാൽ വാഹനം നിർത്തണം എന്ന് മനസ്സിലാക്കണം. ഓപ്ഷൻ സി, മുന്നിൽ മലകൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഓപ്ഷൻ ഡി, ഒരു 3 വേ ജംഗ്ഷൻ മുന്നിൽ ഉള്ളതിനാൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണം എന്ന് മനസ്സിലാക്കണം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. വേഗത കുറയ്ക്കുകയും താൻ പ്രവേശിക്കുന്ന റോഡിലെ ഗതാഗതത്തിന് വഴിയൊരുക്കുകയും ജാഗ്രതയോടെ മുന്നോട്ട് പോകുകയും വേണം. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഹാൻഡ് സിഗ്നൽസ് ഏതെല്ലാം ആണ്? ഓപ്ഷൻ എ, വലത്, ഇടത്, നേരെ, നിർത്തുക, റിവേഴ്സ്. ഓപ്ഷൻ ബി, വലത്, ഇടത്, സ്റ്റോപ്പ്, സ്ലോ ഡൗൺ. ഓപ്ഷൻ സി, വലത്, ഇടത്, ഓവർടേക്ക്, സ്റ്റോപ്പ്. ഓപ്ഷൻ ഡി, വലത്, ഇടത്, ഓവർടേക്ക്, സ്ലോ ഡൗൺ, സ്റ്റോപ്പ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. വലത്, ഇടത്, ഓവർടേക്ക്, സ്റ്റോപ്പ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ,
ഒരു ട്രാഫിക് സിഗ്നലിൽ പച്ച ലൈറ്റുകൾ കത്തിക്കിടപ്പുണ്ടെങ്കിലും യൂണിഫോം ധരിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ചാൽ ഓപ്ഷൻ എ യൂണിഫോമിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ അനുസരിക്കണം. ഓപ്ഷൻ ബി ഡ്രൈവർക്ക് പോലീസ് ഉദ്യോഗസ്ഥനെ അനുസരിക്കാതെ മുന്നോട്ട് പോകാം. ഓപ്ഷൻ സി ഡ്രൈവർക്ക് പോലീസ് ഉദ്യോഗസ്ഥനെ അനുസരിക്കാതെ കരുതലോടെ സാവധാനം നീങ്ങാം. ഓപ്ഷൻ ഡി ഡ്രൈവർക്ക് മറ്റെല്ലാം അവഗണിച്ച് മുന്നോട്ട് പോകാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. യൂണിഫോമിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ അനുസരിക്കണം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ഡ്രൈവർ ടണലിൽ പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ എ ഹെഡ്ലൈറ്റ് ഹൈ ബീം ഓണാക്കുക. ഓവർടേക്കും യു ടേണും റിവേഴ്സും ചെയ്യരുത്. ഓപ്ഷൻ ബി ഹെഡ്ലൈറ്റ് ലോ ബീം ഓണാക്കുക. ഓവർടേക്കും യു ടേണും റിവേഴ്സും ചെയ്യരുത്. ഓപ്ഷൻ സി പാർക്ക് ലാമ്പ് ഓണാക്കുക. ഓവർടേക്കും യു ടേണും റിവേഴ്സും ചെയ്യരുത്. ഓപ്ഷൻ ഡി ഹോൺ മുഴക്കുക. ഓവർടേക്കും യു ടേണും റിവേഴ്സും ചെയ്യരുത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഹെഡ്ലൈറ്റ് ലോ ബീം ഓണാക്കുക. ഓവർടേക്കും യു ടേണും റിവേഴ്സും ചെയ്യരുത്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, പർവ്വത റോഡുകളിലും കുത്തനെയുള്ള റോഡുകളിലും വാഹനങ്ങൾ പരസ്പരം സ്വതന്ത്രമായി കടന്നു പോകാൻ റോഡിന് മതിയായ വീതിയില്ലാത്തിടത്ത് വാഹനത്തിൻ്റെ ഡ്രൈവർ സ്വീകരിക്കേണ്ട മര്യാദ എന്താണ്? ഓപ്ഷൻ എ രണ്ട് വാഹനങ്ങളും താഴ്ന്ന ഗിയറിൽ ഓടിക്കുക, നിർത്തരുത്. ഓപ്ഷൻ ബി കയറ്റം കയറുന്ന വാഹനം ഇടത് വശത്ത് നിർത്തി മല ഇറങ്ങുന്ന വാഹനം ആദ്യം കടത്തിവിടുക. ഓപ്ഷൻ സി മല ഇറങ്ങുന്ന വാഹനം ഇടത് വശത്ത് നിർത്തി കയറ്റം കയറി വരുന്ന വാഹനം ആദ്യം കടന്നു പോകാൻ അനുവദിക്കുക. ഓപ്ഷൻ ഡി രണ്ട് വാഹനങ്ങളും നിർത്തിയ ശേഷം ജാഗ്രതയോടെ നീങ്ങുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. മല ഇറങ്ങുന്ന വാഹനം ഇടത് വശത്ത് നിർത്തി കയറ്റം കയറി വരുന്ന വാഹനം ആദ്യം കടന്നു പോകാൻ അനുവദിക്കുക. പത്താമത്തെ ക്വസ്റ്റ്യൻ, പാർക്കിംഗ് അല്ലെങ്കിൽ സ്റ്റോപ്പ് സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് തെറ്റ്? ഓപ്ഷൻ എ റോഡിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന മഞ്ഞ ബോക്സിൽ വാഹനം നിർത്താൻ പാടില്ല. ഓപ്ഷൻ ബി കാൽനട ക്രോസിംഗിലോ അതിൻ്റെ 5 മീറ്റർ മുമ്പോ വാഹനം നിർത്തരുത്. ഓപ്ഷൻ സി വേഗത കൂടുന്നതോ അല്ലെങ്കിൽ കുറയ്ക്കുന്നതോ ആയ പാതയിൽ വാഹനം നിർത്തരുത്. ഓപ്ഷൻ ഡി റോഡിന് വീതിയുള്ള സ്ഥലത്ത് വാഹനം നിർത്താൻ പാടില്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. റോഡിന് വീതിയുള്ള സ്ഥലത്ത് വാഹനം നിർത്താൻ പാടില്ല. 11ാമത്തെ ക്വസ്റ്റ്യൻ, മോട്ടോർ വാഹന നിയമം സെക്ഷൻ 19 പ്രകാരം അയോഗ്യതയ്ക്കോ ലൈസൻസ് റദ്ദാക്കുന്നതിനോ ഒരു കാരണമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നത്. ഓപ്ഷൻ ബി കള്ളത്തരത്തിലോ തെറ്റായി ചിത്രീകരിച്ചോ ലൈസൻസ് നേടുന്നത്. ഓപ്ഷൻ സി അനുവദനീയമായ പ്രായത്തിന് മുൻപ് ലൈസൻസ് നേടുന്നത്. ഓപ്ഷൻ ഡി ഫിറ്റ്നസ് ഇല്ലാതെ വാഹനം പൊതുനിരത്തിൽ ഓടിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഫിറ്റ്നസ് ഇല്ലാതെ വാഹനം പൊതുനിരത്തിൽ ഓടിക്കുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ള പൊതുസ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്യരുത്. ഓപ്ഷൻ ബി മറ്റ് റോഡ് യാത്രക്കാർക്ക് തടസ്സമാകുന്ന തരത്തിൽ വാഹനം പാർക്ക് ചെയ്യരുത്. ഓപ്ഷൻ സി മറ്റ് റോഡ് ഉപയോക്താക്കൾക്ക് അനാവശ്യമായ അസൗകര്യം ഉണ്ടാക്കുന്ന രീതിയിൽ വാഹനം പാർക്ക് ചെയ്യരുത്. ഓപ്ഷൻ ഡി വാഹനം ഏത് പൊതുസ്ഥലത്തും പാർക്ക് ചെയ്യാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. വാഹനം ഏത് പൊതുസ്ഥലത്തും പാർക്ക് ചെയ്യാം. 13ാമത്തെ ക്വസ്റ്റ്യൻ, വാഹനം പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻ എ രജിസ്ട്രേഷൻ ഇല്ലാതെ ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ ബി പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റിൻ്റെ സാധുത ഇല്ലെങ്കിൽ. ഓപ്ഷൻ സി വാഹനം പിടിച്ചെടുക്കുന്നതിന് പകരം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പിടിച്ചെടുക്കാം. ഓപ്ഷൻ ഡി സാധുത ഇല്ലാത്ത പെർമിറ്റ് ഉപയോഗിച്ച് വാഹനം ഉപയോഗിച്ചാൽ വാഹനം പിടിച്ചെടുക്കും.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റിൻ്റെ സാധുത ഇല്ലെങ്കിൽ. 14ാമത്തെ ക്വസ്റ്റ്യൻ, രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിലേക്ക് നയിക്കുന്ന കുറ്റം ഏതാണ്? ഓപ്ഷൻ എ മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള കുറ്റം ഒരു പ്രായപൂർത്തിയാകാത്തയാളാണ് ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ ബി സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം പൊതുനിരത്തിൽ ഉപയോഗിക്കൽ. ഓപ്ഷൻ സി സാധുവായ ലൈസൻസ് ഇല്ലാതെ വാഹനമോടിക്കുക. ഓപ്ഷൻ ഡി സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനമോടിക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള കുറ്റം ഒരു പ്രായപൂർത്തിയാകാത്തയാളാണ് ചെയ്തിരിക്കുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള ഒരു കുറ്റകൃത്യം പ്രായപൂർത്തിയാകാത്ത ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം പ്രായപൂർത്തിയാകാത്ത ആൾക്ക് ഡ്രൈവിംഗ് ലൈസൻസോ ലേണേഴ്സ് ലൈസൻസോ ഡാഷ് വയസ്സ് വരെ അനുവദിക്കുന്നതിന് അർഹതയുള്ളതല്ല. ഓപ്ഷൻ എ 21, ഓപ്ഷൻ ബി 25, ഓപ്ഷൻ സി 30, ഓപ്ഷൻ ഡി ആയുഷ്കാലത്തേക്ക് ലൈസൻസ് കരസ്ഥമാക്കുന്നതിന് അനുവാദമില്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് 25. 16ാമത്തെ ക്വസ്റ്റ്യൻ, യൂണിഫോമിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തൻ്റെ സാന്നിധ്യത്തിൽ താഴെ പറയുന്ന ഡാഷ് കുറ്റം ചെയ്യുന്ന ആരെയും വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാം. ഓപ്ഷൻ എ അപകടകരമായി വാഹനമോടിക്കുന്ന, ഓപ്ഷൻ ബി സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനമോടിക്കുന്ന, ഓപ്ഷൻ സി സാധുവായ ലൈസൻസ് ഇല്ലാതെ വാഹനമോടിക്കുന്ന, ഓപ്ഷൻ ഡി സാധുവായ രജിസ്ട്രേഷൻ ഇല്ലാതെ വാഹനമോടിക്കുന്ന. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അപകടകരമായി വാഹനമോടിക്കുന്ന. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വാഹനത്തിൻ്റെ ചുമതലയുള്ള വ്യക്തി ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ ഒരാളെ തൻ്റെ വാഹനം ഓടിക്കാൻ അനുവദിച്ചാൽ എന്താണ് പിഴ? ഓപ്ഷൻ എ 1000 രൂപ, ഓപ്ഷൻ ബി 2000 രൂപ, ഓപ്ഷൻ സി 5000 രൂപ, ഓപ്ഷൻ ഡി 10000 രൂപ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 5000 രൂപ പിഴ. 18ാമത്തെ ക്വസ്റ്റ്യൻ, സാധുവായ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവർക്ക് എന്താണ് പിഴ? ഓപ്ഷൻ എ 1000 രൂപ പിഴ, ഓപ്ഷൻ ബി 2000 രൂപ പിഴ, ഓപ്ഷൻ സി 5000 രൂപ പിഴ, ഓപ്ഷൻ ഡി 10000 രൂപ പിഴ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 5000 രൂപ പിഴ. 19ാമത്തെ ക്വസ്റ്റ്യൻ, വേഗപരിധി ലംഘിച്ച് ഓവർ സ്പീഡ് ലൈറ്റ് മോട്ടോർ വാഹനം ഓടിക്കുകയോ ഓടിക്കാൻ അനുവദിക്കുകയോ ഓടിക്കാൻ കാരണമാവുകയോ ചെയ്താൽ പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻ എ 400 രൂപ, ഓപ്ഷൻ ബി 900 രൂപ, ഓപ്ഷൻ സി 2000 രൂപ, ഓപ്ഷൻ ഡി 3000 രൂപ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 2000 രൂപ. 20ാമത്തെ ക്വസ്റ്റ്യൻ, വേഗപരിധി ലംഘിച്ച് ഓവർ സ്പീഡ് മീഡിയം മോട്ടോർ വാഹനം ഓടിക്കുകയോ ഓടിക്കാൻ അനുവദിക്കുകയോ ഓടിക്കാൻ കാരണമാവുകയോ ചെയ്താൽ പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻ എ 5000 രൂപ, ഓപ്ഷൻ ബി 4000 രൂപ, ഓപ്ഷൻ സി 3000 രൂപ, ഓപ്ഷൻ ഡി 1500 രൂപ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 4000 രൂപ പിഴ. ലെവൽ 22-ലെ 20 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 23ാമത്തെ ലെവൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.